Hi Cadets and welcome back to my channel. Cadets 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയതെങ്കിൽ എക്സ് എന്നൊരു ട്രേഡിൽ ജോലി കിട്ടിയാൽ എന്തൊക്കെ ടാസ്ക്കാണ് നിങ്ങളവിടെ ചെയ്യേണ്ടി വരുന്നത്, വൈ എന്നൊരു ട്രേഡിൻ്റെ ടാസ്ക് എന്താണ്, ഈ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേക്കൻസി ഏത് ട്രേഡിനാണ് എല്ലാ വർഷവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഏത് ട്രേഡിലേക്കാണ് പെട്ടെന്ന് സെലക്ഷൻ കിട്ടുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളും ഒരു ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ആന ഡിഫൻസ് അക്കാഡമിയിൽ 2026 ഇന്ത്യൻ എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എന്താണ് എയർഫോഴ്സ് എക്സ്, എന്താണ് എയർഫോഴ്സ് വൈ, അതോടൊപ്പം തന്നെ ഏത് ട്രേഡിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം, ഏതിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി, ഏതിലാണ് ഈസി ആയിട്ട് സെലക്ഷൻ കിട്ടുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഇതേപോലൊരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് ലഭിക്കത്തില്ല. സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്നത് ജൂലൈ 6 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് 26 ജൂലൈ ആണ്. ടൈം വളരെ കുറവാണ് ലഭിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫോം ഫില്ലിങ്ങിൽ. അതുകൊണ്ട് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായ ഉടനെ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. 6 ജൂലൈയിലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാകുന്നത്. അതേ ദിവസം തന്നെ നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് സെപ്റ്റംബർ 22-നാണ്. ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക. ഡിഫൻസ് ജോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയർഫോഴ്സ്, നേവി എന്നീ ഫോഴ്സുകൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ബാക്കി അപ്ഡേറ്റ് എല്ലാം ഔട്ട് ചെയ്യുന്നതും. കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇവർ ട്രെയിനിങ്ങിനായിട്ട് ടീമിനെ അയക്കുന്നതും. അതുകൊണ്ട് എക്സാം ഡേറ്റ് നീട്ടത്തൊന്നുമില്ല. ഈ ദിവസത്തിൽ തന്നെയായിരിക്കും എന്തായാലും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് തകർത്ത് പഠിക്കുക. കേട്ടോ കുട്ടികളെ, എക്സാം സിറ്റി അവൈലബിൾ ബിഫോർ ദ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡും എക്സാമിന് 2 ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ എല്ലാ അപ്ഡേറ്റ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. നെക്സ്റ്റ് നോക്കൂ കുട്ടികളെ, വാട്ട് ഈസ് ജോബ് പ്രൊഫൈൽ. നമുക്ക് ജോബ് പ്രൊഫൈൽ നോക്കാം. എയർഫോഴ്സ് എക്സിൻ്റെയും അതേപോലെ തന്നെ എയർഫോഴ്സ് വൈയുടെയും. എക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോക്കൂ കുട്ടികളെ, നിങ്ങളിപ്പോൾ എക്സാമിനൊക്കെ തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ടാസ്ക് വരാൻ പോകുന്നത് ഇനി പറയുന്നതാണ്. നോക്കൂ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ്. അതായത് എയർഫോഴ്സ് എക്സ് എന്ന് പറയുന്നൊരു ടെക്നിക്കൽ ജോബാണ്. അപ്പോൾ ടെക്നിക്കലായിട്ട് ഏതൊക്കെ എക്യുപ്മെൻ്റ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിലുള്ളത് അതിൻ്റെ എല്ലാം റിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് നിങ്ങളുടെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഓപ്പറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എയർക്രാഫ്റ്റ് സിസ്റ്റം. അതായത് എയർക്രാഫ്റ്റ് സിസ്റ്റം എല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നിങ്ങളുടെ ടാസ്കിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിളായിട്ട് റഡാർ, എൻജിൻസ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ഇതിൻ്റെ എല്ലാം കൺട്രോളിങ് നിങ്ങളുടെ കയ്യിലായിരിക്കും വരുന്നത്. അതിൻ്റെ എല്ലാം മെയിൻറ്റെനൻസും നിങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് മോണിറ്ററിംഗ് ഓഫ് വെപ്പൺ സിസ്റ്റം, മിസൈൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. വെപ്പൺ സിസ്റ്റവും മിസൈൽസ് അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമെല്ലാം എന്താണ് നിങ്ങൾ മോണിറ്ററിങ് ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എക്യുപ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുക, അതിൻ്റെ ഓവറോൾ ഇൻചാർജാണ് നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും മോണിറ്ററിംഗ് നിങ്ങളുടെ കയ്യിലാണ് വരുന്നത്. സോ ഫൈനൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് സർവീസിങ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുക, സർവീസ് നടത്തുക എന്നതൊക്കെയാണ് നിങ്ങളുടെ ടാസ്കിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എയർഫോഴ്സ് എക്സിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്കും എക്സ് എന്ന ട്രേഡിൽ ജോലി കിട്ടിയാൽ ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ടാസ്ക് വരാൻ പോകുന്നത്. ഇനി നമുക്ക് വൈയുടെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഡ്യൂട്ടീസ് ലൈക്ക് അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ട്, ലോജിസ്റ്റിക് ക്ലർക്ക്, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, സെക്യൂരിറ്റി എക്സെട്ര ഇതെല്ലാം വൈ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് ഇതും വൈ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അസിസ്റ്റൻസ് ഇൻ ഫിസിക്കൽ ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ഇതിനകത്തെല്ലാം അസിസ്റ്റ് ചെയ്യുക, അതായത് ഹെൽപ്പ് ചെയ്യുക. ഹെൽത്ത് സർവീസസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന വൈ ഗ്രൂപ്പാണ്. പിന്നെ സം ട്രേഡ്സ് ഇൻക്ലൂഡ് ATC, അതായത് എയർ ട്രാഫിക് കൺട്രോളിനകത്തുള്ള മെയിൻ ടാസ്കുകളെല്ലാം ചെയ്യുന്നത് വൈ ഗ്രൂപ്പാണ്. പിന്നെ ഓപ്പറേറ്റർ ആൻഡ് ഇൻ്റലിജൻസ് എന്നീ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിലും വൈ ഗ്രൂപ്പ് വർക്ക് ചെയ്യാറുണ്ട്. ഇത്രയും ടാസ്ക് വൈ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും മെയിൻ ടാസ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. സിമ്പിളായാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ ആരും തന്നെ പറഞ്ഞു തന്നു കാണത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സിൽ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് അവിടെ വരാൻ പോകുന്നത്, വൈയിലാണെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്, ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് വൈയുടെ കാര്യം പറയുകയാണെങ്കിൽ.
കേട്ടോ. എക്സിലും അതേ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഏത് ടാസ്ക് വേണമെങ്കിലും ലഭിക്കാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, വേക്കൻസി ഏറ്റവും കൂടുതൽ വരുന്ന ഏത് ട്രേഡിനാണ്? ഇതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കയ്യിൽ ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മുൻ വർഷങ്ങളിലെ പ്രോപ്പർ സ്റ്റോറേജ് നമ്മുടെ കയ്യിലുണ്ട്. നോക്കൂ കുട്ടികളെ, 01/2025 ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1758, 02/2025 കാര്യം പറയുകയാണെങ്കിൽ 1508, 01/2026 കാര്യം പറയുകയാണെങ്കിൽ 4386, 02/2026 ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4818 ആണ്. എല്ലാ വർഷവും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് വേക്കൻസി ഇൻക്രീസ് ആകുന്നതായിട്ട്. വേക്കൻസി ഈ വർഷം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. അറൗണ്ട്ലി 8000+ വേക്കൻസിയാണ് ആൾറെഡി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ. എന്തായാലും അതിൽ കൂടുതൽ വരുന്നതായിരിക്കും. ഇനി ഈ വർഷത്തെ വേക്കൻസി നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ ഇപ്പോൾ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. അതാണ് ഞാൻ വീഡിയോയുടെ ആദ്യവും പറഞ്ഞിട്ടുള്ളത്. നോക്കൂ കുട്ടികളെ, 01/2027 ഇൻടേക്കിൻ്റെ വേക്കൻസി ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല ക്ലിയർ ആയിട്ട്. റഫ് നമുക്കറിയാം, അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇവരുടെ ഇപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതാണ് പ്രോപ്പറായിട്ട് വേക്കൻസി എത്രയാണെന്ന്. ഈ ഒരു ഇൻടേക്കിൻ്റെ ഇനി എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ അനുസരിച്ച് ഏറ്റവും കൂടുതലും വേക്കൻസി വന്നിരിക്കുന്നത് വൈയിലാണ് കമ്പയർ ടു എക്സോട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് വൈയിലാണ് കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, എക്സിലേക്കും വൈയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അങ്ങോട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വേക്കൻസിയുടെ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ല രീതിയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ 1000, 1300, 1500 അതിൻ്റെ ഇടയിലായിരുന്നു. അവിടെയാണ് ഈ 4800, 5000, 7000 ഒക്കെ വേക്കൻസി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വേക്കൻസി നല്ലപോലെ വരുന്നുണ്ട്, അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവലും നല്ലപോലെ ഇൻക്രീസ് ആകുന്നുണ്ട്. കേഡറ്റ്സ്, ഇനി നമുക്ക് നോക്കാം സെലക്ഷൻ ഈസി ഏതാണെന്ന്. ഈസി ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേണും സ്കീമും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, എക്സാമിനേഷൻ സ്കീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയർഫോഴ്സ് എക്സ് എന്നൊരു ഗ്രൂപ്പിൻ്റെയാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, ഫിസിക്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ഇവിടെ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ടോട്ടൽ 60 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. +2 ബേസ് ആയിട്ടുള്ള ഫുൾ സിലബസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. നോൺ ടെക്നിക്കൽ അഥവാ വൈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാഗിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെയും സെഷണൽ കട്ട് ഓഫ് ഉണ്ട്. ടൈം നിങ്ങൾക്ക് ലഭിക്കുന്ന ആകെ 45 മിനിറ്റ്സ് ആണ്. ടോട്ടൽ ഇവിടെ 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഏതാണ് ഏറ്റവും ഈസി, ഏതാണ് ഏറ്റവും ടഫ് എന്ന്. എക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത്. വൈഡേയും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനടുത്ത് തന്നെയാണ് കട്ട് ഓഫും വരുന്നത്. പഠിക്കാൻ ഏറ്റവും ടഫ് ഏതാണെന്ന് ചോദിച്ചാൽ എക്സ് ആണ്. കാരണം അവിടെ +2 ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കണം. ഫിസിക്സും മാത്സും അതേപോലെ തന്നെ ഇംഗ്ലീഷും. എന്നാലും ഏതിന് പഠിച്ചാലും നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഹാർഡും അതേപോലെ തന്നെ ഈസി എന്നും പറയുന്നത്. നിങ്ങൾ നല്ലപോലെ സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർഫോഴ്സ് എക്സും വൈയും നിങ്ങൾക്ക് വളരെ ഈസി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈസി ഏതാണ് അതേപോലെ ഹാർഡ് ഏതാണെന്ന് ഡിവൈഡ് ചെയ്യാതെ നിങ്ങൾക്ക് രണ്ടിലും പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കണം. രണ്ടിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ രണ്ടിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികളെ. നോക്കൂ കുട്ടികളെ, ഇവിടെ സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എക്സാം റിസൾട്ട് വരുമ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ സെക്ഷണൽ കട്ട് ഓഫ് 5 മാർക്സ്, ഫിസിക്സിൻ്റെ 6.25, മാത്തമാറ്റിക്സ് 6.25. ഇത് നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് വിച്ച് ഫോം ഷുഡ് ഐ അപ്ലൈ. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യണോ അതോ വൈയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യണോ? ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 2 ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ട്രേഡിലേക്കും അപ്ലൈ ചെയ്തിരിക്കണം. 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. ബോത്ത് എക്സ് ആൻഡ് വൈ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്യുക. 2 ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് എക്സാമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ എക്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എക്സിൽ അപ്ലൈ ചെയ്യണം. പിന്നെ എക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് എന്തായാലും വൈ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വൈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് ഒരിക്കലും എക്സും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയല്ലോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇനി ഫൈനൽ പോയിൻ്റാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ജോബ്. കുട്ടികളെ, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ജോബ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് തന്നെ നമുക്കറിയാവുന്നതാണ്. എക്സ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ജോബാണ്. എക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈ ചൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വൈ ഒരു ബെസ്റ്റ് ജോബ് തന്നെയായിരിക്കും. മനസ്സിലായ കുട്ടികളെ? എക്സ് ഏറ്റവും ബെസ്റ്റ് ജോബ്, വൈ ഏറ്റവും ബെസ്റ്റ് ജോബ് എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതിലേക്കാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ജോബാണ്.
ക്ലിയർ ആയല്ലോ. രണ്ടും നല്ല ജോബ് തന്നെയാണ്, ഒന്നിനും ഡിഫറൻസ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, രണ്ടും നല്ല ജോബ് തന്നെയാണ്. കുട്ടികളെ, ഈ ഒരു വീഡിയോയിൽ കൂടി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഫോമിലേക്ക് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം, വേക്കൻസി ഏറ്റവും കൂടുതൽ ഏത് പോസ്റ്റിലാണ്, രണ്ട് ട്രേഡിൻ്റെയും ജോബ് പ്രൊഫൈൽ എന്താണ്, എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. കുട്ടികളെ, 2026 എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏറെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. പിന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എക്സിൻ്റെ ഫീസ്, വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ഫീസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്കാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ബയോളജിയുടെ എക്സ്ട്രാ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2ൻ്റെ ഫുൾ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് SRT ആൻഡ് GDയുടെ ഫുൾ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് എക്സാം പാസ്സായതിനു ശേഷമാണ് നമ്മൾ SRT ആൻഡ് GDയുടെ ക്ലാസ്സുകൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഈ തവണ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ SRT ആൻഡ് GDയുടെ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. കാരണം 01/2027 ഇൻടേക്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ബാച്ചിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉടനെ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് SRTയുടെയും അതുപോലെ തന്നെ GDയുടെയും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിന് സെപ്പറേറ്റ് സിലബസ്, വൈക്ക് സെപ്പറേറ്റ് സിലബസ്, പ്രോപ്പർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. കേട്ടോ കുട്ടികൾ, ഒരു ടോപ്പിക്ക് പോലും നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ല. ഡിഫൻസിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ ആനന്ദ് ഡിഫൻസ് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കുട്ടികളെ കോളിംഗ് നമ്പർ, ഇതാണ് കുട്ടികളെ വാട്സപ്പ് നമ്പർ. കോൾ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു നമ്പർ മാത്രമാണ്. നേരത്തെ 2 നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ഫോണിലേക്ക് മാത്രമാണ് കോളിംഗ് ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ നമ്പറിൽ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും അറിയാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.